അപ്പോൾ നമ്മൾ ഇന്ന് സെക്കൻഡ് മോഡ്യൂളിൻ്റെ ലാസ്റ്റ് പോർഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ഹൈഡ്രോളിക് ടർബൈൻ ആൻഡ് ഗവേണിംഗ് സിസ്റ്റം. അപ്പോൾ ടർബൈൻസും ഒക്കെ എന്താണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഹൈഡ്രോളിക് ടർബൈൻ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് നമ്മുടെ ഒരു പ്രൈം സോഴ്സ്, നമ്മുടെ ഇലക്ട്രിക്കൽ എനർജിയുടെ ഒരു പ്രൈം സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൈനറ്റിക് എനർജി ഓഫ് വാട്ടർ. അതായത് വാട്ടർ നമ്മുടെ ഡാംസിലൊക്കെ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, കൈനറ്റിക് എനർജി ഓഫ് വാട്ടർ. പിന്നെ അതുപോലെ തന്നെ ഫോസിൽ ഫ്യൂൽസ് വെച്ചിട്ട് ന്യൂക്ലിയർ ഫിഷൻ, അതുപോലെ തെർമൽ എനർജി ഫ്രം ഫോസിൽ ഫ്യൂൽസ്, അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രൈം മൂവേഴ്സ് എന്ത് ചെയ്യും, ഈ എനർജിയെ നമുക്ക് കിട്ടുന്ന പല തരത്തിലുള്ള എനർജി ഒരു മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ അവിടുന്ന് അതെന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് ഹൈഡ്രോളിക് ടർബൈനെ പറ്റിയാണ്. അപ്പോൾ ഹൈഡ്രോളിക് ടർബൈൻ എന്താണ്, ബേസിക്കലി രണ്ട് ടൈപ്സ് ഉണ്ട്. ഇമ്പൾസ് ടർബൈനും ഉണ്ട്, റിയാക്ഷൻ ടർബൈനും ഉണ്ട്. അപ്പോൾ ഇമ്പൾസ് ടർബൈൻ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ പെൽട്ടൺ വീലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമ്പൾസ് ടർബൈൻ എന്ന് വെച്ചാൽ ഹൈ ഹെഡ്സ്, അതായത് ഒരു 300 മീറ്റേഴ്സിന് അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള ഹെഡുള്ള, ഇത് വാട്ടർ ഹെഡ് അത്രയും ദൂരം ആയിരിക്കുമ്പോൾ ഉള്ള നമ്മൾ പെൽട്ടൺ വീൽസൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ടർബൈനാണ് ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമുക്ക് എന്താണ്, റിയാക്ഷൻ ടർബൈൻ ഉണ്ട്. റിയാക്ഷൻ ടർബൈൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഫ്രാൻസിസ് ടർബൈൻ, റിയാക്ഷൻ ടർബൈൻസിൽ അതുപോലെ തന്നെയാണ് ഫ്രാൻസിസ് ടർബൈൻ, പ്രൊപ്പല്ലർ ടർബൈൻ, കപ്ലാൻ വീൽ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താണ്, നമ്മുടെ കൺവേർഷൻസ് ആണ്. കൺവേർഷൻസിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് ടർബൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാട്ടർ ഹൈഡ്രോളിക് ടർബൈൻസിന് തന്നെ പല ടൈപ്സ് ഉണ്ട്. അതായത് വാട്ടർസ് ഹൈ ഹെഡ് ആയിരിക്കുമ്പോൾ, ലോ ഹെഡ് ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹൈ ആയിട്ട് കൈനറ്റിക് എനർജി വരുമ്പോൾ, അങ്ങനെ നമ്മൾ പലതരത്തിലുള്ള വീൽസും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് മെയിൻലി നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് പഠിക്കാം, ഹൈഡ്രോളിക് ടർബൈൻസിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ പഠിക്കാം. ഓക്കെ, ഹൈഡ്രോളിക് ടർബൈൻസിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ പഠിക്കാനായിട്ട് ഇതാണ് നമ്മുടെ ഒരു ബേസിക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ ഒരു സ്കീമാറ്റിക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇവിടുന്ന് ഒരു വാട്ടർ സോഴ്സിൽ നമ്മുടെ പെൻ സ്റ്റോക്ക് വഴി എന്താണ് ടർബൈനിൽ വരും, ദെൻ ജനറേറ്റർ വെച്ചിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ഒരു സിമ്പിൾ ഒരു സ്കീമാറ്റിക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ട്. ഹൈഡ്രോളിക് ടർബൈൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതുമ്പോൾ നമുക്ക് കുറച്ച് അസംഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നോർമലി ഉള്ള എന്താണ് പ്രാക്ടിക്കലി ഉള്ള സംഭവത്തിനേക്കാളും നമ്മൾ തിയറിറ്റിക്കലി എഴുതുമ്പോൾ നമുക്ക് കുറച്ച് അസംഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, ഹൈഡ്രോളിക് റെസിസ്റ്റൻസിനെ നെഗ്ലക്റ്റ് ചെയ്യണം. പിന്നെ എന്താണ്, പെൻ സ്റ്റോക്ക് എന്താണ്, അത് ഇൻഎലാസ്റ്റിക് ആണെന്നും വാട്ടർ എന്ന് വെച്ചാൽ ഇൻകംപ്രസിബിൾ ആണെന്നും ഒക്കെ നമ്മൾ അസ്യൂം ചെയ്യണം. അതുപോലെ തന്നെ വെലോസിറ്റി ഓഫ് വാട്ടർ ഡയറക്ട്ലി വേരീസ് വിത്ത് ഗേറ്റ് ഓപ്പണിംഗ് ആൻഡ് വിത്ത് സ്ക്വയർ റൂട്ട് ഓഫ് നെറ്റ് ഹെഡ്. ഗേറ്റ് ഓപ്പണിങ്ങിനനുസരിച്ച് ഡയറക്റ്റ് ആയിട്ട് വാട്ടറിൻ്റെ വെലോസിറ്റി വേരി ചെയ്യും എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. അതുപോലെ ടർബൈൻ്റെ ഔട്ട്പുട്ട് പവർ എന്താണ്, ഇസ് പ്രപ്പോർഷണൽ ടു ഹെഡ് ആൻഡ് വോളിയം ഫ്ലോ. അതുപോലെ എന്താണ്, ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന് വേണ്ട എന്താണ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ടർബൈൻ്റെയും പെൻ സ്റ്റോക്ക് ക്യാരക്ടറിസ്റ്റിക്കും ഒക്കെ പറയുന്നത് ഈ 3 ക്യാരക്ടറിസ്റ്റിക് വെച്ചിട്ടാണ്. അതായത് വെലോസിറ്റി ഓഫ് വാട്ടറിൻ്റെ പെൻ സ്റ്റോക്കിലുള്ള വാട്ടറിൻ്റെ വെലോസിറ്റി, അതുപോലെ ടർബൈൻ്റെ മെക്കാനിക്കൽ പവർ, ദെൻ ആക്സിലറേഷൻ ഓഫ് വാട്ടർ കോളം. ഇത്രയുമാണ് നമുക്കൊരു ഇക്വേഷൻസ്, ഇതിൻ്റെ ടർബൈൻ്റെ ഇക്വേഷൻസ് എഴുതാൻ വേണ്ടി മെയിൻലി വേണ്ട സംഭവം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വെലോസിറ്റി ഓഫ് വാട്ടർ നോക്കാം. വെലോസിറ്റി ഓഫ് വാട്ടറിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ, അത് പെൻ സ്റ്റോക്കിലുള്ള വെലോസിറ്റി ഓഫ് വാട്ടറിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ U = KU/G√H. അതിനകത്ത് G എന്ന് പറയുന്നത് ഗേറ്റ് പൊസിഷനാണ്, H എന്ന് പറയുന്നത് ഹെഡാണ്, U എന്ന് പറയുന്ന വെലോസിറ്റി, ആൻഡ് KU എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. സോ ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ്, ഓപ്പറേറ്റിംഗ് പോയിൻറ്റ്സിൽ സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഡെൽറ്റ യു = ∂U/∂H × ΔH + ∂U/∂G × ΔG. ഇങ്ങനെ എഴുതാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ അപ്രോപ്രിയേറ്റ് എക്സ്പ്രഷൻ ഫോർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് ഡിവൈഡിങ് ത്രൂ ഔട്ട്. അപ്പോൾ ഇതിനെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ചെയ്തിട്ട് ഇതിനെ എന്ത് ചെയ്യുക, അതായത് ഈ ഇക്വേഷൻ ഇവിടെ നമുക്ക് യു ഉണ്ടല്ലോ, അപ്പോൾ ഈ യുവിനെയാണ് ഇവിടെ പാർഷ്യലി ഡെറിവേറ്റീവ് എടുത്തേക്കുന്നത്. സോ അതിനെ പാർഷ്യലി ഡെറിവേറ്റീവ് എടുത്തിട്ട് ത്രൂ ഔട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ടേം കൊണ്ടിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് വെച്ചാൽ ΔU/U0 = ΔH/, ഇവിടെ 2H എങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഇവിടെ എന്താണ് √Hൻ്റെ സംഭവം വെച്ചിട്ടാണ്. ഓക്കെ, √H എന്ന് പറയുന്നത് നമ്മൾ എന്താണ് 1/2 വരും, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1/2 വരും. സോ ആ 1/2 ആണ് നമുക്കിവിടെ 1/2 ഇൻറ്റു പിന്നെ നമ്മുടെ ഡിനോമിനേറ്ററിൽ വരുന്ന H0 + ΔH/G0 എന്ന് പറയുന്നത്. ഇതിൽ നിന്ന്
നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഒരു ബാർ ഇട്ടിട്ട് എഴുതാൻ പറ്റും. ആ ബാർ എന്ന് പറയുന്നത് നമ്മൾ നോർമലൈസ്ഡ് വാല്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ബാർ ഇട്ട് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നോർമലൈസ്ഡ് വാല്യൂ എന്നാണ് പറയുന്നത്. അതിനെയാണ് ഡെൽറ്റ യു ബൈ യു സീറോനെ ഡെൽറ്റ യു ബാർ എന്ന് എഴുതി, അതുപോലെ ഹാഫ് അതുപോലെ ഇട്ട് എച്ചിനെയും ജിയെയും സെയിം അതുപോലെ തന്നെ എഴുതി. ഈ ഡെൽറ്റ എന്ന് പറയുന്ന ഒരു സ്മോൾ ഡീവിയേഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് വേണ്ട എന്താണ്? ടർബൈൻ്റെ മെക്കാനിക്കൽ പവർ. ടർബൈൻ്റെ മെക്കാനിക്കൽ പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് ഫ്ലോ. പ്രഷറിൻ്റെയും ഫ്ലോയുടെയും പ്രോഡക്റ്റ് ആണ് അതെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ഇത്. ഇതും സെയിം പോലെ നമ്മൾ എന്ത് ചെയ്യും? എന്താണ്? സീറോ ഇനിഷ്യൽ ടേംസ് കൊണ്ട് ത്രൂ ഔട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ദെൻ അതിനെയും എന്ത് ചെയ്യും? ഈക്വേഷൻസ്, അതായത് നോർമലൈസ്ഡ് വാല്യൂസ് ആയിട്ട് എഴുതും. ദെൻ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ യു വാല്യൂ, ഈ ഡെൽറ്റ യുവിന് പകരം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച യു ഉണ്ടല്ലോ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കും. ദേ ഈ യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കും. ഈ യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് വരും? എച്ചിലും ജിയിലും വരും. പവറിൻ്റെ ഇക്വേഷൻ എച്ചിലും ജിയിലും മാത്രം വരും. സോ അതെന്താണ്? എച്ചിലും ജിയിലും മാത്രം വന്നു. അതുപോലെ തന്നെ എന്താണ്? ഈ എച്ചിന് പകരം എന്ത് പറ്റി? വീണ്ടും ആ ഇക്വേഷൻ 9.2ൽ നിന്ന് എച്ചിനെ മാത്രം കണ്ടുപിടിച്ചിട്ട് ആ ഇക്വേഷൻ യുയിലും ജിയിലും മാത്രം ആക്കാനായിട്ട് ഈ സെയിം ഇക്വേഷൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പി എഴുതിയത് ഡെൽറ്റ എച്ചിലും ഡെൽറ്റ യുയിലും ആയിരുന്നു. ദെൻ സെക്കൻഡ് കണ്ടുപിടിച്ചത് എച്ചിൻ്റെയും ജിയുടെയും ടേംസിലായിരുന്നു. തേർഡ് കണ്ടുപിടിച്ച് യുവിൻ്റെയും ജിയുടെയും ടേംസിൽ കണ്ടുപിടിച്ച്. ഇത് രണ്ടും നേരത്തെ കണ്ടുപിടിച്ച് ഡെൽറ്റ യു ബാറിൻ്റെ ഇക്വേഷൻസ് വെച്ചിട്ടായിരുന്നു. ദെൻ ലാസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്? ആക്സിലറേഷൻ ഓഫ് വാട്ടർ കോളം. ആക്സിലറേഷൻ ഓഫ് വാട്ടർ കോളത്തിൻ്റെ ഇക്വേഷനാണ് ഈ തന്നേക്കുന്നതെന്ന് പറയുന്നത്. ഇതിനകത്ത് എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ക്വാണ്ടിറ്റി ആണ്, എ എന്ന് പറഞ്ഞാൽ പൈപ്പിൻ്റെ ഏരിയ, റോ എന്ന് പറഞ്ഞാൽ മാസ് ഡെൻസിറ്റി, ഈ എ ജി ആണ് നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എന്താണ്? അതുപോലെ തന്നെ ഇത് ഈ ഒരു ഒറ്റ ടേം, അതായത് റോ എ ജി ഇൻറ്റു ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത്, ഇത്രയും ടേം എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റൽ ചേഞ്ച് ഇൻ പ്രഷർ അറ്റ് ടർബൈൻ ഗേറ്റ് ആൻഡ് ടി ഇൻ ടൈം സെക്കൻഡ്സ് എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് ഇതിലും നമ്മൾ എന്ത് ചെയ്യണം? ഈ ടേം, അതായത് അതിൻ്റെ ഇനിഷ്യൽ വാല്യൂസ് H0 U0 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. നേരത്തെ പോലെ തന്നെ, നേരത്തെ രണ്ട് പ്രാവശ്യം, അതായത് നമ്മൾ പവറിൻ്റെ കേസിലും വെലോസിറ്റിയുടെ കേസിലും ചെയ്ത പോലെ തന്നെ ആക്സിലറേഷൻ്റെ കേസിലും ചെയ്യണം. സോ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷനിൽ നിന്ന് നമ്മുടെ ഈ ഫസ്റ്റത്തെ ഇത്രയും ടേം ഉണ്ടല്ലോ, ഈ ടേമിനെയാണ് നമ്മൾ TW ആയിട്ട് ഇവിടെ എഴുതിയത്. ഓക്കെ, ബാക്കി രണ്ടും നോർമലൈസ്ഡ് വാല്യൂസ് ആക്കി എഴുതി, ബാറിട്ട് എഴുതി, ഈ ഒരു ടേമിനെ മാത്രം. ദെൻ ആ ടേം ഒന്നും കൂടി നമ്മൾ എടുത്ത് എഴുതുന്നുള്ളൂ. ഈ ടേമിനെയാണ് നമ്മൾ ഇതാക്കിയത്, TW എന്നാക്കിയത്. TW എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറയാൻ പറ്റും. വാട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈമാണ് അത്. അതുപോലെ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ടൈം റിക്വയർഡ് ഫോർ എ head H0 to accelerate the water in penstock from standstill to velocity U0. അതായത് സ്റ്റാൻഡ് നിന്ന് U0 എന്ന് പറയുന്ന ഒരു വെലോസിറ്റിയിലേക്ക് ആക്സിലറേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതായത് വാട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈം, അതാണ് TW എന്ന് പറയുന്നത്. ഓക്കെ, അത് ലോഡിനനുസരിച്ച് എന്ത് ചെയ്യും? വേരി ചെയ്യും. ദെൻ അതുപോലെ തന്നെ എന്താണ്? the equations 9.2 and 9.7. അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ എന്താണ്? എച്ചിന് പകരം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പോൾ ഈ ഇക്വേഷനിൽ എച്ചിന് പകരം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ എന്താണ്? എച്ചിന് പകരം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്താണ്? ഡെൽറ്റ ജി ആൻഡ് ഡെൽറ്റ യു ആയി. ദെൻ d/dt പകരം ഇവിടെ എസ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ദെൻ അതിൽ നിന്ന് ഡെൽറ്റ യു ബാറിൻ്റെ ഇക്വേഷൻ മാത്രം എടുത്ത് എഴുതി. ഓക്കെ, കാരണം ഇവിടെ ഒരു യു ഉണ്ട്, ഇവിടെ ഒരു യു ഉണ്ട്, അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ആ ഒറ്റ ഡെൽറ്റ യു ബാർ എന്നുള്ള ഇക്വേഷൻ മാത്രം എഴുതി. ഓക്കെ, ഇനി ഈ ഡെൽറ്റ യു ബാറിനെ എന്ത് ചെയ്തു? നമ്മൾ പവറിൻ്റെ ടേംസിൽ എഴുതി. അതായത് പവർ നേരത്തെ കണ്ടുപിടിച്ചപ്പോൾ ഒരു യു ബാർ ഇല്ലായിരുന്നു, അതിൽ നിന്ന് ഡെൽറ്റ യു ബാർ മാത്രം എടുത്തിട്ട് ദെൻ പവറിൻ്റെ ടേംസിൽ എഴുതിയപ്പം അതിന് മാത്രം വന്നു, പവറിൻ്റെയും ജിയുടെയും ടേംസിൽ മാത്രം വന്നു. ഇത് ഇത്രയുമാണ് ക്ലാസിക്കൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ക്ലാസിക്കൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ഹൈഡ്രോളിക് ടർബൈൻ എന്ന് പറയുന്നത്. ഇത്രയും ഈ ഒരു ഇക്വേഷനാണ്. ദെൻ നമ്മൾ നോൺ ഐഡിയൽ ടർബൈൻ്റെ കേസാണ്. നോൺ ഐഡിയൽ ടർബൈൻ്റെ കേസിൽ രണ്ട് ഇക്വേഷനുണ്ട്, ഇതും ഇതിനകത്ത് എന്താണ്? സ്പീഡ് ഡീവിയേഷൻസ് ആർ സ്മോൾ എസ്പെഷ്യലി വെൻ ദ യൂണിറ്റ് ഈസ് സിങ്ക്രണൈസ് ടു ലാർജ് സിസ്റ്റംസ് ആകുമ്പം സ്പീഡ് ഡീവിയേഷൻസ് ഒക്കെ ലാർജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നോൺ ഐഡിയൽ ടർബൈൻ്റെ ഇക്വേഷൻ. ഇനി നമുക്ക് ഈ ടർബൈൻ്റെ എന്ന് നോക്കാൻ പറ്റും സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഹൈഡ്രോളിക് ടർബൈൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഹൈഡ്രോളിക് ടർബൈനിൽ എന്ന് വെച്ചാൽ നമ്മളത് ഈ ഇക്വേഷൻ, അതായത് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ, ആ ഇക്വേഷനിൽ S ടെൻഡ്സ് ടു ഇൻഫിനിറ്റിയും S ടെൻഡ്സ് ടു 0 ചെയ്യും. ഓക്കെ, അതായത് സ്റ്റെപ്പ് ചേഞ്ച് ഇൻ G0, അവിടെ G0 ഇല്ല. ദെൻ എന്താണ്?
എസ് ടെൻസ് ടു ഇൻഫിനിറ്റി ആൻഡ് എസ് ടെൻസ് ടു 0 ചെയ്യുമ്പോൾ നമുക്ക് 2 വാല്യൂസ് കിട്ടും. ആ 2 വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് എന്താണ് ഒരു ഗ്രാഫ് പറയുന്നു. ആ ഗ്രാഫ് മാത്രം വരച്ചാൽ മതി. അത് ഇക്വേഷൻസ് എഴുതി സ്പെഷ്യൽ കെയർ ഓഫ് ഹൈഡ്രോളിക് ടർബൈൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻസ് എഴുതുക. ഈ ഗ്രാഫ് വരയ്ക്കുക. ഇതെന്താണ് ചേഞ്ച് ഇൻ ടർബൈൻ മെക്കാനിക്കൽ പവർ ഫോളോയിങ് എ യൂണിറ്റ് സ്റ്റെപ്പ് ചേഞ്ച് ഇൻ ഗേറ്റ് പൊസിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഗേറ്റ് പൊസിഷനിലെ യൂണിറ്റ് സ്റ്റെപ്പ് ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ TW എന്ന് പറയുന്ന 4 ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ എഴുതിയത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സ്പെഷ്യൽ കെയർ ഓഫ് ഹൈഡ്രോളിക് ടർബൈൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു ഇലക്ട്രിക്കൽ അനലോഗ് ഉണ്ട്. ആ സ്പെഷ്യൽ കെയറുടെ കൂടെ തന്നെ നമുക്ക് ഈ 2 ഫിഗറും കൂടെ വരയ്ക്കാവുന്നതാണ്. അതായത് സ്റ്റെപ്പ് റിഡക്ഷൻ ഇൻ ഗേറ്റ് ഓപ്പണിംഗ് ആൻഡ് 1 സെക്കൻഡ് റാം റിഡക്ഷൻ ഇൻ ഗേറ്റ് ഓപ്പണിംഗ്. ഈ 2 ഫിഗേഴ്സും അതായത് ഗേറ്റ് ഓപ്പണിംഗ് ഉള്ള സമയത്തുള്ള സ്റ്റെപ്പ് റിഡക്ഷൻ ആൻഡ് 1 സെക്കൻഡ്, ഈ 1 സെക്കൻഡ് റാം റിഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഗേറ്റ് ഓപ്പണിംഗ്. അപ്പോൾ ഈ 1 സെക്കൻഡ് വരെ എന്താണ് ഈ ഒരു പോർഷൻ ആയിരിക്കും. ദെൻ അത് കഴിഞ്ഞ് റെഡ്യൂസ് ചെയ്യുന്നതാണ് ആ കാണിക്കുന്നത്. ദെൻ ഇലക്ട്രിക്കൽ അനലോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഹൈഡ്രോളിക് ടർബൈനെ ഇലക്ട്രിക്കൽ സിസ്റ്റമായിട്ട് ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹൈഡ്രോളിക് ടർബൈൻ്റെ എന്തൊക്കെയുണ്ട്, വാട്ടർ വെലോസിറ്റിയും ഗേറ്റ് ഓപ്പണിംഗ് G ആൻഡ് ഹെഡ് Hനെ നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രിക്കലി കറണ്ടും കണ്ടക്റ്റൻസും വോൾട്ടേജുമായിട്ട് ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും, വെലോസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി വരുമ്പോൾ കറണ്ട് ആവും, ഗേറ്റ് ഓപ്പണിംഗ് G എന്ന് പറയുന്നത് കണ്ടക്റ്റൻസ് G ആവും, ഹെഡ് H എന്ന് പറയുന്നത് വോൾട്ടേജ് V ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഇലക്ട്രിക്കൽ അനലോഗ്. ഹൈഡ്രോളിക് ടർബൈൻ്റെ ഇലക്ട്രിക്കൽ അനലോഗ് എന്ന് പറയുന്നത് ഇവിടെ E0 ഉണ്ട്, L, I, V, G. ഓക്കെ, I = GV ആണെന്ന് നമുക്കറിയാം. അതായത് G എന്ന് പറഞ്ഞാൽ എന്താണ്, 1/R ആണ്. സോ V = IR ആണ്. I = V/R അല്ലേ. 1/R എന്ന് പറഞ്ഞാൽ എന്താണ്, G ആണ്. അതാണ് ഈ ഇക്വേഷൻ. പിന്നെ ഈ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇതാണ് E0 = V + L × di/dt ആണെന്ന് നമുക്കറിയാം. സോ ആ di/dt മാത്രം എഴുതാൻ എന്താ ചെയ്യുന്നത്, E0 - V/L അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ദെൻ P = പവർ = വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, അത് നമുക്കറിയാം. ദെൻ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ when a load is suddenly decreased by a step reduction in conductance, അതായത് ലോഡ് എന്ത് ചെയ്ത്, ഒരു കണ്ടക്റ്റൻസിനെ സ്റ്റെപ്പ് റെഡ്യൂസ് ചെയ്തിട്ട് ലോഡ് സഡൻലി ഡിക്രീസ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, അതായത് കണ്ടക്റ്റൻസ് റെഡ്യൂസ്ഡ് ആയി, കണ്ടക്റ്റൻസ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും, കറണ്ടിന് പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാവില്ല. പക്ഷേ വോൾട്ടേജ് എന്ത് ചെയ്യും, സഡൻലി ഇൻക്രീസ് ചെയ്യും. കണ്ടക്റ്റൻസ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ എന്ത് വരും, റെസിസ്റ്റൻസ് കൂടുമ്പോൾ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്താണ്, V = IR. സോ റെസിസ്റ്റൻസ് കൂടുമ്പം വോൾട്ടേജും കൂടും. സോ വോൾട്ടേജ് എന്ത് ചെയ്യും, സഡൻലി ഇൻക്രീസസ് ബിക്കോസ് ഓഫ് റിഡക്ഷൻ ഇൻ കണ്ടക്റ്റൻസ്, അതായത് ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ്. ദീസ് കോസസ് ദ ഔട്ട്പുട്ട് പവർ ടു സഡൻലി ഇൻക്രീസ് ഇനിഷ്യലി. അപ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, പവറും ഇൻക്രീസ് ചെയ്യും, ഔട്ട്പുട്ട് പവർ ഇൻക്രീസ് ചെയ്യും. With a rate determined by the inductance L, the current I decreases exponentially until a new steady state value is reached. അപ്പം എന്താണ്, കറണ്ട് എന്താണ്, എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യും. ഒരു ന്യൂ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ എത്തുന്നത് വരെ എന്താണ്, കറണ്ട് എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യും. അതുപോലെ the responses I, V and P are very similar to those of velocity, head and power as shown in 9.4. ഓക്കെ, അപ്പം എന്താണ് ഇതിൻ്റെ അതായത് നമ്മുടെ കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും പവറിൻ്റെയൊക്കെ കര എന്ന് പറയുന്നത് ഈ ഗ്രാഫിൽ നമ്മൾ കാണിച്ചിട്ടില്ലേ, അതിൻ്റെ സെയിം അതുപോലെ തന്നെ ആയിരിക്കും. കറസ്പോണ്ടിംഗ്ലി ഇപ്പോൾ വെലോസിറ്റിക്ക് കറസ്പോണ്ടിംഗ്ലി ആണ് നമ്മുടെ കറണ്ട്, എന്താണ് ഹെഡിന് കറസ്പോണ്ടിംഗ്ലി ആണ് നമ്മുടെ വോൾട്ടേജ്, അങ്ങനെ. ഓക്കെ, അപ്പോൾ അത് സെയിം തന്നെ ആയിരിക്കും നമ്മുടെ ഇലക്ട്രിക്കൽ അനലോഗിൽ വരുമ്പോൾ ഉള്ള ക്യാരക്ടറിസ്റ്റിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിലുള്ളത്. ഓക്കെ.